ഇന്ന് പ്ലാക്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഭദ്രദീപം കൊടുത്തതിനായിട്ടാണ് എന്നെ ക്ഷേത്ര ഉപദേശക സമിതി വിളിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇടക്കടത്തിന് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു സദസ്സുണ്ടായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മഴയൊക്കെ തോർന്ന് നല്ല അന്തരീക്ഷമായിരുന്നു. സതീഷ് വെട്ടിക്കവല അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏകദേശം 8 മണിയോടുകൂടി പ്രോഗ്രാം അവിടെ ആരംഭിച്ചു. 7 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാമായിരുന്നു. ഘോഷയാത്രയൊക്കെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു. തന്നെയുമല്ല, ആ സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഴയും ഉണ്ടായിരുന്നു. 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ യജ്ഞാചാര്യൻ ജ്യോതിഷഭൂഷണം വള്ളിക്കുന്നം ശ്രീ സുരേഷ് ശർമ്മ അവർകളായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു യജ്ഞാചാര്യൻ. കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും എത്തിയതിനു ശേഷം സ്റ്റേജിൽ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കുകയുണ്ടായി. എന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വിളിച്ചത് എൻ്റെ സുഹൃത്തും ഉമ്മന്നൂർ സ്വദേശിയുമായ ശ്രീ സതീഷാണ്. സതീഷിൻ്റെ കെയർ ഓഫിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് ഷാജി ബ്രോയാണ് എന്നെ ഇവിടത്തേക്ക് ക്ഷണിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സദസ്സായിരുന്നു. അതുപോലെ തന്നെ വളരെ വിശാലമായൊരു ഗ്രൗണ്ടാണ്, നല്ലൊരു സ്റ്റേജാണ്, അതിലുപരി നല്ല ഐശ്വര്യമുള്ളൊരു അമ്പലവും കൂടിയാണ് കേട്ടോ. ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭദ്രദീപം തെളിയിക്കാനായി എന്നെ വിളിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് മഹനീയമായ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിക്കുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം. ഞാൻ ആദ്യത്തെ ദീപം തെളിച്ചതിന് ശേഷം ബഹുമാന്യായ ആചാര്യൻ വള്ളിക്കുന്നം സുരേഷ് ശർമ്മ അവர்களுം അതുപോലെ തന്നെ കമ്മിറ്റിയിലെ ഭാരവാഹികളും ക്ഷേത്രത്തിലെ പൂജാരിയും എല്ലാവരും കൂടി ചേർന്ന് യജ്ഞശാലയിലെ ഭദ്രദീപം തെളിയിക്കലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. വളരെയേറെ സന്തോഷമായിരുന്നു മഹനീയമായ ഇതുപോലൊരു വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ. അതിനുശേഷം ബഹുമാനായ പ്രസിഡൻറ്റ് ഷാജി ബ്രോ എന്നെ 2 വാക്ക് സംസാരിക്കുവാനായി വിളിച്ചു. പല സ്ഥലങ്ങളിലും പല ഉദ്ഘാടനങ്ങൾക്കും അതുപോലെ തന്നെ പല സ്കൂളുകളിൽ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് പുണ്യമായ ആ യജ്ഞശാലയിൽ ഒരു ഭദ്രദീപം തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അതിൻ്റെ ഭാഗ്യമായി കരുതുന്നു. അതിനെന്നെ ഇവിടെ വിളിച്ച ക്ഷേത്രം ഭാരവാഹികളോടും നല്ലവരെ നാട്ടുകാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സപ്താഹത്തിന് എന്നെ വിളിച്ചു, ഇനി നിങ്ങളുടെ ഉത്സവത്തിന് എൻ്റെ ഒരു കോമഡി ഷോ കൂടി ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വേദിയിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും വിളിക്കുമ്പോൾ നമ്മൾ പറയണമല്ലോ, എന്തായാലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം കമ്മിറ്റിയുടെ വകയായി ഒരു ഉപഹാരവും പൊന്നാടയും എന്നെ അണിയിക്കുകയുണ്ടായി. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളാണ് എനിക്ക് പൊന്നാട അണിയിച്ചത്. എല്ലാവരും കൂടി ചേർന്ന് സ്നേഹത്തോടു കൂടി തന്ന ആ പൊന്നാട നിറഞ്ഞ മനസ്സോടു കൂടി ഞാൻ സ്വീകരിച്ചു. അതുപോലെ തന്നെ മനോഹരമായൊരു ഒരു ഫലകം ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച നല്ല അടിപൊളി ഒരു ഫലകം തന്നു. അതിനുശേഷം ബഹുമാനായ ശ്രീ വള്ളിക്കുന്നം സുരേഷ് ശർമ്മ നമ്മുടെ യജ്ഞാചാര്യനെയും കമ്മിറ്റി ഭാരവാഹികൾ പൊന്നാടയെ അണിയിച്ച് ആദരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം സമയപ്പോഴത്തേക്ക് കുറച്ച് വൈകി, കാരണം 9 മണിയോളമായി. പ്രഭാഷണത്തിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു
ചടങ്ങായിരുന്നു കേട്ടോ. അതിനുവേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പ്ലാക്കോട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു.